രാജേന്ദ്രൻ ആരംഭിക്കുന്നു. ഇന്നത്തെ പ്രധാന ദേശീയ അന്തർദേശീയ വാർത്തകളിലേക്ക് വിശദമായി എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇസ്രായേലിലും ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ധു. രാജ്യം വിടാൻ താൽപര്യമുള്ള ഭാരതീയരെ ഒഴിപ്പിക്കുമെന്ന് കേന്ദ്രം. ടെലവീവിൽ ഇന്ത്യൻ എംബസിക്ക് ഏകോപന ചുമതല. ഇറാനിൽ നിന്ന് ആദ്യ ഭാരത സംഘം ഡൽഹിയിൽ. എല്ലാവരെയും സുരക്ഷിതമായി തിരികെ എത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അഹമ്മദാബാദിന്റെ വിമാനത്തിന് സാങ്കേതിക തകരാറില്ല. 2 എഞ്ചിനുകളും കൃത്യമായി സർവീസ് ചെയ്തിരുന്നുവെന്ന് എയർ ഇന്ത്യ. ബ്ലാക്ക് ബോക്സിന് കേടുപറ്റിയെന്ന് സൂചന. ഡേറ്റ വീണ്ടെടുക്കാൻ അമേരിക്കയിലേക്ക് അയക്കും. അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടരുത്. ഖമേനിയെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ. ഇറാനിൽ ബോംബ് മഴ. അരക് ഹെവി വാട്ടർ റിയാക്ടർ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ചർച്ച ചെയ്ത് റഷ്യയും ചൈനയും. പുടിനെ ഫോണിൽ വിളിച്ച ഷി ജിൻപിങ്. ആണവ പദ്ധതി ഐക്യരാഷ്ട്രസഭയിൽ വിശദീകരിക്കാൻ ഇറാൻ. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ രാജ്യങ്ങളുമായും ചർച്ച നടത്തും. ഇംഗ്ലീഷില്ലാത്ത ഭാരതം വിദൂരമല്ലെന്ന് അമിത്ഷാ. ഭാഷകൾ സംസ്കാരത്തിന്റെ അമൂല്യനിധികൾ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഭാഷകൾക്ക് വലിയ പങ്കുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഉത്തർപ്രദേശിലെ സംബൽ സംഘർഷത്തിൽ 23 പേർക്കെതിരെ കുറ്റപത്രം. കൂട്ടത്തിൽ സമാജ്വാദി MP സിയ ഉർ റഹ്മാനും. സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രകോപന പ്രസ്താവനകളും കലാപ ആഹ്വാനങ്ങളും. അശാന്തം പശ്ചിമേഷ്യ. ഇസ്രായേലിൽ ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ള ഭാരതീയരെ ഒഴിപ്പിക്കും. കരമാർഗവും വ്യോമമാർഗവും ഒഴിപ്പിക്കൽ നടപ്പിലാക്കും. ടെലവീവിലെ ഇന്ത്യൻ എംബസിക്കാണ് ഏകോപന ചുമതല. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, ആദ്യ സംഘം എത്തിക്കഴിഞ്ഞു. ഇനി ഏറ്റവും ഒടുവിലായി നമുക്ക് ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? നിലവിൽ ഇറാനിൽ നിന്നുള്ള സംഘത്തെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഒരു സംഘം ഇന്ന് പുലർച്ചെയോടെ എത്തിയത്. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഈ രക്ഷാദൗത്യം ഇസ്രയേലിലേക്ക് കൂടി നീട്ടുകയാണ്. ഓപ്പറേഷൻ സിന്ധു ഇസ്രയേലിലും ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു. ഇസ്രയേലിൽ നിന്നും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കരമാർഗവും വ്യോമമാർഗവും ഒഴിപ്പിക്കൽ നടക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ടെൽ അവീവിലെ ഇന്ത്യൻ എംബസിക്കായിരിക്കും ഇതിന്റെ ഏകോപന ചുമതലയെന്നും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എല്ലാ ഇന്ത്യക്കാരും എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധം അത് കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുകയാണ് വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും. ശരി ശ്രീകാന്ത്. ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആദ്യ വിമാനമാണ് ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 110 പൗരന്മാരാണ് തിരികെ എത്തിയത്. ദേശീയ പതാകയുമായി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ സർക്കാരിന് നന്ദിയും അറിയിച്ചു. മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് വ്യക്തമാക്കി.
ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെയാണ് ഇറാനിൽ നിന്ന് ഭാരതത്തിന്റെ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിന് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്. ഇറാനിൽ നിന്ന് അയൽ രാജ്യങ്ങളായ അർമേനിയയിലേക്കും തുർക്ക്മെനിസ്ഥാനിലേക്കും ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റുന്ന നടപടി തുടരുകയാണ്. അർമേനിയയുടെ തലസ്ഥാനമായ യെരെവാനിൽ നിന്ന് പുറപ്പെട്ട ആദ്യ വിമാനം ഡൽഹിയിലെത്തി. ജമ്മു കശ്മീരിൽ നിന്നുള്ള 90 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 110 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ത്രിവർണ്ണ പതാകയുമായി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ രക്ഷാദൌത്യത്തിന് സർക്കാരിന് നന്ദി അറിയിച്ചു. We are very thankful to our government, our embassy ने बहुत क्विक काम किया, हमें बहुत जल्दी इवैक्यूएट किया, उसके लिए हम बहुत थैंकफुल हैं. वहाँ पे हालात खराब होने से पहले ही हमें इवैक्यूएट कर लिया. तो we are so thankful to Indian embassy. तो फिर suddenly Indian embassy एक्शन में आई और उन्होंने हमें वहाँ से बाहर निकाला and we feel proud to be an Indian today. ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഭാരതത്തിന്റെ മുഴുവൻ പൗരന്മാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. ഇറാൻ, ഇസ്രായേൽ, ഇന്ത്യൻ എംബസികൾ പ്രത്യേക ഹെൽപ്പ് ലൈൻ ആരംഭിച്ച് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്നും അർമേനിയ, തുർക്ക്മെനിസ്ഥാൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. So we have planes ready. We'll be sending another plane today. We are evacuating some more people from Turkmenistan. Today another plane will be going. And our missions have opened a 24-hour line for any request for evacuation. And as the situation evolves, we'll be sending more planes, more chartered flights to evacuate all Indian nationals from Iran. ടെഹ്റാനിൽ നിന്നും 12 മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയെത്തും. ഇസ്രായേലിൽ സ്ഥിതി വഷളാവുകയാണെങ്കിൽ 2500-ലധികം പേരെ തിരിച്ചെത്തിക്കേണ്ടി വരും. ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രക്ഷാദൌത്യത്തിന് ഇറാനും ഇസ്രായേലും അർമേനിയയും തുർക്ക്മെനിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. ഇനി സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ആരായാം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഐസൻ, എന്തായാലും ഈ ഇസ്രായേൽ സംഘർഷം ചർച്ച ചെയ്യുകയാണ് ലോകരാജ്യങ്ങൾ. പക്ഷേ റഷ്യയും ചൈനയും ഇന്ന് നടത്തിയ ചർച്ചയ്ക്ക് പ്രാധാന്യം ഉണ്ട്. കാരണം വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിന്നും ചർച്ച നടത്തിയത് 1 മണിക്കൂർ നേരമാണ്. റഷ്യ ഇന്നലെയും അറിയിച്ചിരുന്നു മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്ന്. മായി എതിർക്കുകയാണ് ട്രംപ് ചെയ്തത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് ഷി ജിൻപിങ്ങും പുടിനും തമ്മിൽ ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഈ ചർച്ചകൾ നടത്തിയതിന് ശേഷം ഈ കാര്യത്തിൽ ഇടപെടണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കൂറിലേറെ ചർച്ചകൾ തുടർന്നു, അല്ലെങ്കിൽ ഫോൺ സംഭാഷണം തുടർന്നുവെങ്കിൽ കൂടി നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും വിവരങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാടെടുക്കുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് ഈ വിഷയങ്ങളെല്ലാം തന്നെ 2 രാജ്യങ്ങളുടെയും ഏജൻസികൾ, അതായത് 2 രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട്. അത് ഇൻ്റലിജൻസ് ഏജൻസികളാകാം, മറ്റു വിവരങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനങ്ങളാകാം, എംബസി തരത്തിലുള്ള നീക്കങ്ങളാകാം. അത്തരത്തിലുള്ള എല്ലാ തരത്തിലും നയതന്ത്രേതര തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ 2 നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ സംഭവ വികാസത്തെ കൃത്യമായും നിരീക്ഷിക്കുക എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ഈ 2 പേരുടെയും ചർച്ചയ്ക്ക് ശേഷം എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംഭവവികാസം ഉണ്ടാകുന്നത് അബ്ബാസ് അറാഖ്ചി ജനീവയിലേക്ക് തിരിക്കുന്നു എന്നതാണ്. അബ്ബാസ് അറാഖ്ചി ജനീവയിൽ എത്തുന്നത് യൂറോപ്പ്, ബ്രിട്ടൻ, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ ഈ 3 രാജ്യങ്ങൾ, യൂറോപ്യൻ 3 രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഈ രാജ്യങ്ങൾ ഈ ആണവ പദ്ധതികളിൽ നിന്ന് പിന്മാറണമെന്നൊരു നിലപാട്, അല്ലെങ്കിൽ ആണവ നടപടികളിൽ നിന്ന് പിന്മാറണമെന്നൊരു നിലപാട് ഇന്നലെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മുന്നോട്ട് വെച്ച വിഷയത്തെ ആ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിനാണ് അബ്ബാസ് അറാഖ്ചി എത്തുന്നത്. വിദേശകാര്യമന്ത്രിമാരുടെ ആ ഒരു കൂട്ടായ്മയിലാണ് അദ്ദേഹം പങ്കെടുക്കുക എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ കമ്മീഷൻ്റെ അധ്യക്ഷനുമായും അദ്ദേഹം ചർച്ച ചെയ്യുമെന്ന വിവരങ്ങളും വരുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഒരു അന്താരാഷ്ട്ര സംവിധാനങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയൻ്റെ പോളിസി ചീഫുമായാണ് ചർച്ചകൾ നടത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികൾ ഓരോന്നായി ഓരോ രീതിയിൽ ഓരോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ഒരു പക്ഷേ അബ്ബാസ് അറാഖ്ചി പങ്കെടുത്തേക്കും. ഇസ്താംബൂളിലായിരിക്കും ആ ചർച്ച നടക്കുക. ചർച്ച നടക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തേക്കുമെന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തുതന്നെയായാലും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം കാര്യഗൗരവമായി ചർച്ച ചെയ്യുന്നു. അമേരിക്ക നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. അമേരിക്ക നേരിട്ടിടപെട്ട് കൃത്യമായ മുന്നറിയിപ്പ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറിയയിലെ പ്രതിനിധി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സിറിയയിലെ പ്രതിനിധി ഇത്തരത്തിൽ ഹിസ്ബുള്ളയ്ക്ക്
നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ നടത്തിയാൽ കടുത്ത നടപടികൾ നേരിടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു. പല രീതിയിലുള്ള ഇറാൻ്റെ ആക്രമണത്തെ വിവിധ രീതിയിൽ തടയുക അല്ലെങ്കിൽ ചെറുക്കുക എന്ന നീക്കമാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും യൂറോപ്യൻ 3 രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾ നടന്നിരിക്കുന്നത്. അനു, ഹസൻ, അബ്ബാസ് അറാഗ്ചിയുടെ ജനീവൻ സന്ദർശനം അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. OIC മീറ്റിംഗിലുണ്ട് എങ്കിൽ കൂടിയും ഈ 3 യൂറോപ്യൻ പ്രധാന രാജ്യങ്ങളുമായുള്ള ചർച്ച, അതിൽ കീഴടങ്ങൽ തീരുമാനം ഇറാൻ്റേതായി മുന്നോട്ട് വയ്ക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഇതിൽ കീഴടങ്ങൽ എന്നതിനപ്പുറം ഇറാൻ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ നിലപാട് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആണവ പരീക്ഷണങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് എന്നാണ്. ഇക്കാര്യം ഈ പല വേദികളിലും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷവും ഇത്തരത്തിലുള്ള നിലപാടുകൾ തന്നെയാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വിശ്വസനീയമല്ല എന്നൊരു നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന വിവരങ്ങളും നടപടികളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മറുപടികൾ പ്രകാരം ഇത്തരത്തിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് തുടരുന്നുണ്ട് എന്നൊരു വിവരവും വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ആരംഭിച്ചത് എന്നതാണ് വസ്തുത. അത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ E3 രാജ്യങ്ങൾ, അതായത് ഈ യൂറോപ്യൻ E3 രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തുമ്പോൾ ഇത് ഏത് രീതിയിലാണ് അബ്ബാസ് അറാഗ്ചി അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ചാണ് ഇനിയും ചില കൺഫ്യൂഷനുകൾ നിൽക്കുന്നത്. അതായത് തങ്ങളൊരു ആണവായുധം നിർമ്മിച്ചിട്ടില്ല എന്ന നിലപാടാണ് അറിയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ ചർച്ച തന്നെ അനാവശ്യമായൊരു സാഹചര്യം അല്ലെങ്കിൽ ഉണ്ടാകേണ്ട സാഹചര്യമില്ലാത്ത ഒരു അവസ്ഥ വരും. എന്നാൽ തങ്ങൾ ആണവായുധം നിർമ്മിച്ചിട്ടുണ്ട്, അത് നിർവീര്യമാക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അതൊരു കീഴടങ്ങലിൻ്റെ രീതിയും അതുപോലെ തന്നെ അതൊരു വിട്ടുവീഴ്ച നിലപാടിൻ്റെ രീതിയും തന്നെയായിരിക്കും. അത്തരത്തിൽ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതുതന്നെയായാലും വലിയ തോതിൽ ആക്രമണം നടന്നിരിക്കുന്നു. 4ഓളം ആണവ കേന്ദ്രങ്ങൾ അതിശക്തമായ ആക്രമണത്തിനിരയായിരിക്കുന്നു. അതിനുശേഷം അത് തകർന്ന മട്ടിൽ തന്നെ, അതല്ലെങ്കിൽ ഈ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു. അതിൽ ആണവ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള യാതൊരു സാധ്യതയുമില്ലാത്ത അവസ്ഥയിൽ 4 ആണവ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ റഷ്യയുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ റഷ്യയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. റഷ്യയുടെ ഒരു ആണവ കേന്ദ്രം ഇറാനിലുണ്ട്. അത് റഷ്യയ്ക്ക് ചില കൺട്രോളുകൾ അതിലുള്ളത് കൊണ്ട് തന്നെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉത്പാദനത്തിന് വേണ്ടി മാത്രമാണ് അവിടെ ഇത്തരത്തിലുള്ള ആണവ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വലിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ ഉണ്ടാകില്ല എന്ന് കൃത്യമായി ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു ഇടപെടേണ്ട ഒരു സാഹചര്യം, ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയ്ക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ഒരു ഉത്തരവാദി എന്ന നിലയിൽ ഇടപെടേണ്ട ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ ചർച്ചകൾ, അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ റഷ്യയും ചൈനയും ചർച്ചകൾ നടത്തുന്നു. അമേരിക്ക ആ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നു. ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യം. ഒന്നുകൂടി, ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ, താക്കീത് നൽകിയിട്ടുണ്ടല്ലോ US ഈ ഒരു വിഷയത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട്. ആയത്തുള്ള അലി ഖുമേനിയുമായി ഹിസ്ബുള്ള ഭീകരർ എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഹസൻ നസറുള്ള മരിച്ചപ്പോൾ അല്ലെങ്കിൽ ഹസൻ നസറുള്ള എന്ന കൊടും ഭീകരനെ ഇസ്രായേൽ വധിച്ചപ്പോൾ ഈ ഖമേനിക്കുണ്ടായ നഷ്ടം അത് നമ്മൾ കണ്ടതുമാണ്. തീർച്ചയായും ഹസൻ നസറുള്ളയുടെയും അതിന് പിന്തുടർന്ന് വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമിയുടെയും എല്ലാം തന്നെ വധം നടന്ന ഒരു സാഹചര്യത്തിൽ വലിയ തോതിലൊരു പ്രതികരണം ഇറാൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ആ സമയത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ സംഘടനകളെല്ലാം ചേർന്നാണ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറെ ചർച്ചയായ ഖുദ്സ് ഫോഴ്സിൻ്റെ നേതൃത്വത്തെ വധിച്ചു എന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. അത്തരത്തിലൊരു സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ, അത് ഹിസ്ബുള്ളയാകട്ടെ, ഹമാസ് ആകട്ടെ, അതുപോലെ തന്നെ ഹൂതി ഭീകരരാകട്ടെ, ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെല്ലാം തന്നെ കൃത്യമായി പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ആരംഭിച്ചു വയ്ക്കുന്നത് ആയത്തുള്ള അലി ഖമേനിയാണ്. അതുകൊണ്ട് തന്നെ ആ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിപ്പിച്ച് ഏത് രീതിയിലാണോ ഇസ്രായേലിനെ തകർക്കേണ്ടത് എന്ന കൃത്യമായ ആസൂത്രണം നടത്തിയത് ഖമേനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖമേനിയെ ഈ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഖമേനിയെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഇറാനെതിരെ ഒരു ആക്രമണമാണ് നടന്നിരുന്നത് എങ്കിൽ ഇന്ന് ഖമേനിയെ ലക്ഷ്യം
പിന്തുണയ്ക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തീർച്ചയായും ഹിസ്ബുള്ള തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കോപ്പ് കൂട്ടിയത് തന്നെയായിരിക്കും ഇപ്പോൾ ആക്രമണത്തെ, അതായത് ഇന്ന് രാവിലെ പുലർച്ചെയൊക്കെ ഉണ്ടായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ള നേതാവിനെ കൊലപ്പെടുത്തിയ ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു പക്ഷേ വീണ്ടും ഹിസ്ബുള്ള ഇറാനെ പിന്തുണയുമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഖമേനിയെ രക്ഷിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായുള്ള ആക്രമണത്തിന് പുറപ്പെട്ടു വന്ന സൂചന തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സിറിയയിലെ അമേരിക്കൻ പ്രതിനിധി ഇക്കാര്യം പറയുകയും ചെയ്തത്. അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഓരോ രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിരുന്നത് ഇതിൽ ഇടപെടില്ല എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖമേനിയുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഹിസ്ബുള്ള ഇടപെടാൻ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് കൃത്യമായി ചെറുക്കുകയും ചെയ്തത് ഇസ്രായേൽ. അക്കാര്യം തന്നെയാണ് അമേരിക്ക കൃത്യമായൊരു മുന്നറിയിപ്പുമായി നൽകുന്നത്. കാരണം നേരത്തെ നമുക്കറിയാവുന്നതാണ്, അമേരിക്ക പ്രതിരോധത്തിലൂന്നിയ ഒരു സമീപനമായിരിക്കും നടത്തുക എന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലൂന്നിയ നീക്കം എന്ന് പറയുമ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇത്തരം സംഘടനകൾ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയാൽ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അമേരിക്ക സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത്. വിശദമായ റിപ്പോർട്ട് നൽകിയത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് സാങ്കേതിക തകരാറില്ലെന്ന് എയർ ഇന്ത്യ. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും കൃത്യമായി സർവീസ് ചെയ്തിരുന്നു. എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരനാണ് അവകാശവാദം ഉന്നയിച്ച രംഗത്തെത്തിയത്. അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകാൻ 1 മാസമെങ്കിലും എടുക്കുമെന്ന് എയർ ഇന്ത്യ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീകാന്ത്. അനു, എയർ ഇന്ത്യ വിമാന അപകടത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ എയർ ഇന്ത്യയുടെ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം ഇതിന് സാങ്കേതിക തകരാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹ്യൂമൻ എറർ ആണോ സംഭവിച്ചത് തുടങ്ങി ഒട്ടനവധി സ്പെക്കുലേഷൻസ് നിലനിന്നിരുന്നു. അതിനൊരു മറുപടി എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലുള്ള സാങ്കേതിക തകരാറും വിമാനത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 2023 അതിന്റെ ഇടത് ഭാഗത്തെ എഞ്ചിൻ സർവീസ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ അതിന്റെ റൈറ്റ് സൈഡിലുള്ള വലത് ഭാഗത്തുള്ള എഞ്ചിനും സർവീസ് ചെയ്തതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അപകടം ഉണ്ടായത് എങ്ങനെ എന്ന് കണ്ടെത്തി അതിന്റെ പ്രാഥമിക വിവരം കിട്ടുന്നതിന് 1 മാസമെങ്കിലും സമയമെടുക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി. ഇംഗ്ലീഷ് ഇല്ലാത്ത ഭാരതം വിദൂരമല്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. രാജ്യത്തെ ഭാഷകൾ സംസ്കാരത്തിന്റെ അമൂല്യനിധികളാണ്. അവയില്ലാതെ നാം ഭാരതീയരാകില്ല എന്നും നമ്മുടെ ചരിത്രവും സംസ്കാരവും വിദേശ ഭാഷയിൽ മനസ്സിലാക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഭാഷകൾക്ക് വലിയ പങ്കുണ്ടെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. इस देश में अंग्रेजी बोलने वालों को शर्म आएगी, ऐसा समाज का निर्माण अब दूर नहीं है। चीजों को वो ही कर पाते हैं जो करने की ठान लेते हैं, और मैं मानता हूं हमारे देश की भाषाएं हमारी संस्कृति का गहना है। हमारे देश की भाषाओं के बगैर हम भारतीय ही नहीं रहते हैं। हमारा देश, इसका इतिहास, इसकी संस्कृति, ये हमारा धर्म, इसको समझना है तो कोई विदेशी भाषा में नहीं समझा सकती। आधी अधूरी विदेशी भाषाओं से संपूर्ण भारत की कल्पना नहीं हो सकती। वो केवल और केवल भारतीयता से हो सकती है, भारतीय भाषा से हो सकती है। ഉത്തർപ്രദേശിലെ സംഭൽ സംഘർഷത്തിൽ സമാജ്വാദി പാർട്ടി MP സിയ ഉർ റഹ്മാൻ ബാർക്ക് ഉൾപ്പെടെ 23 പേർക്ക് കുറ്റപത്രം. 1000 പേജുള്ള കുറ്റപത്രമാണ് പ്രത്യേക MP MLA കോടതിയിൽ സമർപ്പിച്ചത്. പ്രകോപനപരമായ പ്രസ്താവനകളും കലാപ ആഹ്വാനങ്ങളും സംഘർഷത്തിലേക്ക് നയിച്ചെന്ന് കണ്ടെത്തൽ. ഒരു അപൂർവ സമ്മാനവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് മടങ്ങിയത്. 1790 ലാറ്റിനിൽ എഴുതിയ സംസ്കൃത വ്യാകരണ പുസ്തകത്തിന്റെ പുതിയ പ്രിന്റാണ് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചത്. ഭാരതീയ സംസ്കാരത്തിന് ലോകത്തിൽ സ്വീകാര്യത ഏറുന്നതിന് തെളിവായിട്ടാണ് സമൂഹ മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ലാറ്റിനിൽ രചിച്ച സംസ്കൃത വ്യാകരണ പതിപ്പിന്റെ പുതിയ പതിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. ക്രൊയേഷ്യൻ ശാസ്ത്രജ്ഞനും മിഷണറിയുമായിരുന്ന ഫിലിപ്പ് വെസ്റ്റിന്റെ ഭാരത സന്ദർശനത്തിന് പിന്നാലെയാണ് ലാറ്റിൻ ഭാഷയിൽ സംസ്കൃത വ്യാകരണം രചിക്കപ്പെട്ടത്. കേരളത്തിലെ ബ്രാഹ്മണരിൽ നിന്നും കൈയെഴുത്തു പ്രതികളിൽ നിന്നും ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് വെഡ്സിൻ വ്യാകരണ പുസ്തകം തയ്യാറാക്കിയത്. ലോകത്തിലെ പുരാതന ഗ്രന്ഥശേഖരങ്ങളിലെ അപൂർവ പതിപ്പാണിത്.
1748 1806 കാലഘട്ടത്തിലാണ് വെഡ്സിൻ ജീവിച്ചിരുന്നത്. ഇതുകൂടാതെ വെള്ളിയിൽ നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡും നരേന്ദ്രമോദിക്ക് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി സമ്മാനിച്ചു. കരകൗശല വിദഗ്ധർ കൈകൊണ്ട് കൊത്തിയെടുത്ത മെഴുകുതിരി സ്റ്റാൻഡിൽ പുഷ്പ ജാമീതീയ രൂപങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. രാജസ്ഥാൻ പൈതൃകത്തെയും ലോഹനിർമ്മാണ പാരമ്പര്യത്തെയും വിളിച്ചോതുന്നതാണിത്. ഒഡീഷയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന പട്ടചിത്ര പെയിന്റിംഗും പ്രധാനമന്ത്രി സമ്മാനിച്ചു. കൃഷ്ണന്റെയും ജഗന്നാഥിന്റെയും പുരാണ കഥകൾ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് തുണിയിൽ വരയ്ക്കുന്നതാണ് പട്ടചിത്ര പെയിന്റിംഗ്. പ്രധാനമന്ത്രിയെ ഗായത്രി മന്ത്രം ചൊല്ലി ക്രൊയേഷ്യൻ ജനത വരവേൽക്കുന്ന വീഡിയോ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തരംഗമായിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം. സ്വാശ്രയ കുതിപ്പ് തുടർന്ന് ഭാരതം. തദ്ദേശീയമായി വികസിപ്പിച്ച 150 ലോക്കോമോട്ടീവുകൾ ഗിനിയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ധാരണ. ബീഹാറിലെ മാർഹോവ്രയിലെ ഡീസൽ ലോക്കോമോട്ടീവ് ഫാക്ടറിയിൽ നിർമ്മിച്ചവയാണ് കയറ്റുമതി ചെയ്യുക. ഗിനിയൻ കമ്പനിയുമായി 3000 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു. 37 ലോക്കോമോട്ടീവുകൾ ഈ വർഷം തന്നെ കയറ്റുമതി ചെയ്യും. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജൂൺ 22-ന് ദ്വിദിന സന്ദർശനത്തിനായി അദ്ദേഹം ഛത്തീസ്ഗഡിലെത്തും. സുരക്ഷാ ക്യാമ്പും ഇവിടെ സന്ദർശിക്കും. റായ്പൂരിൽ ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാലയ്ക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്യും. നൈജീരിയയിൽ ക്രിസ്ത്യൻ വംശഹത്യ. ബെനു സ്റ്റേറ്റിലാണ് ഫുലാനി ഇസ്ലാമിക ഭീകരർ 200ഓളം ക്രൈസ്തവരെ കൊലപ്പെടുത്തിയത്. നിരവധി പേരെ കാണാതായി എന്നാണ് വിവരം. പ്രദേശത്തെ മുഴുവൻ വീടുകളും അഗ്നിക്കിരയാക്കിയതായി ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു. കൂട്ടക്കുരുതിയെ പോപ്പ് ലിയോ 14 അപലപിച്ചു. നൈജീരിയയിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി പ്രാർത്ഥിക്കുന്നതായി മാർപ്പാപ്പ വ്യക്തമാക്കി. Si è verificato un terribile massacro in cui circa 200 persone sono state uccise con estrema crudeltà, la maggior parte delle quali erano sfollati interni, ospitati dalla missione cattolica locale. CPIക്ക് പിന്നാലെ ഭാരത് മാതാ ചിത്രത്തെ ചൊല്ലി ഗവർണർക്കെതിരെ CPM മന്ത്രിമാരും നിലപാട് കടുപ്പിക്കുകയാണ്. എന്താണ് യഥാർത്ഥ ഭാരത് മാതാ സങ്കല്പം? ഇന്ത്യയിൽ എന്നു മുതലാണ് ഭാരത് മാതാ സങ്കല്പം പ്രചാരം നേടിയത്? ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്ഭവനിൽ ഭാരത് മാതാ ചിത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ തർക്ക വിഷയം. ഗവർണറുടെ ഭാരത് മാതാ RSSന്റേതാണെന്ന് സർക്കാരും നിലപാടിൽ മാറ്റമില്ലെന്ന് ഗവർണറും വ്യക്തമാക്കുന്നു. എന്താണ് ശരിക്കും ഈ ഭാരത് മാതാ സങ്കല്പം? ഇന്ത്യയിൽ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. നോക്കാം. ചരിത്രം ചികഞ്ഞാൽ 1800കളിലാണ് ഭാരത് മാതാ എന്ന പ്രയോഗം ആദ്യമായി മൂർത്തരൂപത്തിൽ ആവിർഭാവം ചെയ്തത് എന്ന് കാണാം. 1873 കിരൺ ചന്ദ്ര ബാനർജി രൂപം നൽകിയ ഭാരത് മാതാ എന്ന നാടകം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. ബംഗാളി ഭാഷയിലെ ആനന്ദമഠം എന്ന നോവലിലൂടെയാണ് ഭാരത് മാതാ എന്ന പ്രയോഗം ജനപ്രിയമാകുന്നത്. വന്ദേ മാതരം എന്ന ഗാനത്തിൽ അവസാന ഭാഗത്ത് ഹിന്ദു ദേവതകളായ ദുർഗ, കാളി എന്നിവരിൽ നിന്ന് വേർതിരിക്കാനാവാത്ത ഒരു രൂപത്തിൽ ഭാരതാംബയെ ചിത്രീകരിക്കുന്നുണ്ട്. 1904 അബനീന്ദ്രനാഥ ടാഗോർ ഹിന്ദു ദേവതകളുടെ സാദൃശ്യമുള്ള രീതിയിൽ 4 കൈകളുള്ള ദേവതയായി ഭാരത് മാതയെ വരച്ചു. കാവ്യ വസ്ത്രം ധരിച്ച ദൈവീക സങ്കല്പം ആയിരുന്നു ആ ചിത്രത്തിന് ഉണ്ടായിരുന്നത്. പൗരാണിക കാലം മുതൽ ഭാരതത്തെ മാതാവായി കാണുന്ന രീതി പിന്തുടർന്നു പോന്നിരുന്നു എന്ന് ഹിന്ദു ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന വേദങ്ങളിൽ പറയുന്ന സങ്കല്പം തന്നെ ഇതിന് ഉദാഹരണമാണ്. 1909 കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷാ മാസികയായ വിജയയുടെ കവറിൽ ഭാരത് മാതയെ ചിത്രീകരിച്ചു. തുടർന്നുള്ള ദശകങ്ങളിൽ വിവിധ രീതിയിലുള്ള ഭാരത് മാതാ ചിത്രങ്ങൾ ഇന്ത്യയിലുടനീളം പ്രചരിക്കപ്പെട്ടു. മാസികകൾ, പോസ്റ്ററുകൾ, കലണ്ടറുകൾ എന്നിവയിൽ ഇന്ത്യൻ ദേശീയതയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പ്രതീകമായി ഭാരത് മാതാ ചിത്രങ്ങൾ മാറി. ഇന്ത്യയിൽ പല ഭാഗത്തും ഭാരത് മാതാ ക്ഷേത്രങ്ങളുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ആദ്യത്തേത് 1936 വാരണാസിയിൽ സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്.
സ്വാതന്ത്ര്യ സമര പോരാട്ടം കൊടുമ്പിരി കൊണ്ട 1920കളിൽ ഭാരത് മാതാ സങ്കല്പത്തിന് രാഷ്ട്രീയ മുഖം കൂടി കൈവന്നു. മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടെ ഭാരതമാതാവിനൊപ്പം ഇടം പിടിച്ചു. വിനായക് ദാമോദർ സവർക്കർ അടക്കമുള്ള ദേശീയവാദികളും RSS പോലെയുള്ള സംഘടനകളും ഭാരത് മാതാ സങ്കല്പത്തിന് തങ്ങളുടേതായ രീതിയിൽ പ്രചാരണം നൽകി. ഇങ്ങനെ പല കാലങ്ങളിൽ പല ഘട്ടങ്ങളിൽ വിവിധങ്ങളായ രൂപങ്ങളിൽ ഭാരത് മാതാ സങ്കല്പം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാം. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത് മാതാ സങ്കല്പം പ്രചരിക്കപ്പെട്ടത്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ 10,000 അത് ഏറ്റെടുക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം പകർന്ന ഊർജവും ചെറുതല്ല. വന്ന വഴി മറക്കരുത് എന്ന് മാത്രമാണ് രാഷ്ട്രീയ നേതൃത്വത്തോട് പറയാനുള്ളത്. ക്യാമറാമാൻ ഉണ്ണിക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.